അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വന്തത്തോട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നതല്ല, ഇതൊരു ലോങ് ടൈം റിവ്യൂ ആണ്. അപ്പൊ ഈ ഒരു സാധനത്തിന്റെ, അതായത് ഒരു ഇലക്ട്രിക് ഡ്രയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായി. അതായത് നമുക്ക് ഉടുപ്പൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള മഴ സമയത്ത് ഉടുപ്പ് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആയിരുന്നു ഇത്. നമ്മൾ ഒരു കൊല്ലം മുമ്പ്, കറക്റ്റ് ഒരു കൊല്ലം മുമ്പ് ഇതിന്റെ അൺബോക്സിങ്ങും ഒരു ക്വിക്ക് ഒരു ഓവർവ്യൂ ഒക്കെ നമ്മൾ തന്നതാണ്. കാര്യം ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഫോളോ അപ്പ് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. കാര്യം ഇപ്പൊ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ ഉടുപ്പ് ഉണക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഇതിന്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സാധനത്തിന്റെ ബോക്സ് ആണ് ഈ കാണുന്നത്. ഒരു കൊല്ലം ആയതുകൊണ്ട് ബോക്സിന്റെ കണ്ടീഷൻ ഒക്കെ ഇതായി. അതുപോലെ തന്നെ ഇതൊരു പ്ലേറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ദേ ഇതുപോലെ ഇരിക്കും. തുറന്നു കഴിഞ്ഞാൽ അതെ ഇതുപോലെ ഇരിക്കും സാധനം. കണ്ടോ, ഞാനിപ്പോ ഇവിടെ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ് പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ തൂക്കിയിട്ടേക്കണേണ്. നമുക്ക് വല്ല അഴയ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പ്ലഗ് പോയിന്റ് അടുത്ത് ഒരു അഴ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ മതി, സാധനം സെറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് രണ്ട് ബട്ടൺ ഉണ്ട്. ഞാൻ അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞാണ്, അത് കാണാത്തവർക്ക് വേണ്ടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത് പവർ ഓൺ ബട്ടൺ ആണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പ്ലഗ് ചെയ്തിട്ടേക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ട് ലൈറ്റ് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ ഓൺ ആയിട്ട് തുടങ്ങും. അതിനുശേഷം നമുക്ക് ഇവിടെ ടൈമർ സെറ്റ് ചെയ്യാം. അപ്പൊ ഡീഫോൾട്ട് ആയിട്ട് 30 മിനിറ്റ് ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ 30 മിനിറ്റിന്റെ ഇത് ഓൺ ആവും. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഹീറ്റ് വരാൻ വേണ്ടി തുടങ്ങും. ഹീറ്റ് വരിക എന്താ വെച്ചാൽ ഇതുണ്ട്, ഇതിന്റെ അടിയിലൊരു ഇതുണ്ട്. അതുപോലെ നമുക്കിത് സൈഡിൽ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. ഹുക്ക് നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. ഒരു 6 ഒരു 6-7 നമുക്ക് ഹുക്ക് ഇടാൻ വേണ്ടി പറ്റും. നമ്മുടെ ഹാങ്ങർ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് എന്താ പറഞ്ഞ ഒരു 4-5 ഉടുപ്പൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇട്ടാൽ മതി. സാധനം അത്യാവശ്യം ഉണങ്ങി കിട്ടും. ഒരുപാട് വെള്ളമുള്ള ടൈപ്പ് അല്ല, അതായത് വെള്ളം ഊർന്നു പോകാത്ത ടൈപ്പ് അല്ല. നമ്മളിപ്പോ ശരിക്കും പറയുന്നത് നമ്മുടെ വാഷിംഗ് മെഷീനിലൊക്കെ ഡ്രയറിൽ ഇട്ടിട്ട് എടുത്തിട്ട് കുറച്ച് നേരമൊക്കെ ഇട്ടിട്ടും ഉണങ്ങാത്ത ഡ്രസ്സുകൾ വരും. അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന ഡ്രസ്സുകൾ ഇതിനകത്ത് ഇട്ട് നമുക്ക് അത്യാവശ്യം നല്ലപോലെ ഉണങ്ങി കിട്ടും. ഇപ്പൊ ചൂട് ഇതിനകത്ത് എന്തെങ്കിലും ഫാൻ വഴി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇത് സെറ്റ് ആവുന്നത്. നമുക്ക് കംപ്ലീറ്റ് അടക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 ഉടുപ്പ് എടുത്തിട്ടുണ്ട്. എന്റെ പാൻറ്റൊക്കെയാണ്, ഒന്നും തോന്നരുത്. ഇതൊക്കെ കാണിക്കാൻ എനിക്ക് നാണക്കേടാണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നനഞ്ഞിരിക്കുകയാണ് ഈ സാധനം. ഞാൻ നനവ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എനിക്ക് ഇവിടെ ഇല്ല. ഈ പോക്കറ്റിന്റെ സൈഡൊക്കെ അത്യാവശ്യം നല്ല ഇതുണ്ട്, അതായത് തൊട്ടാ വെള്ളം വരില്ല, പക്ഷെ ഉണങ്ങിയിട്ടില്ല. നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ അതുപോലെ നമുക്ക് 2-3 ഉടുപ്പുകളുണ്ട്. നമുക്ക് ഏകദേശം ഒരു 5 എണ്ണത്തോളം ഏകദേശം ഇതിനകത്ത് ഇടാൻ വേണ്ടി പറ്റും. ഒരുപാട് കൺജസ്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റ് നമുക്ക് വരില്ല. അതുപോലെ നല്ല നീളമുള്ള ഡ്രസ്സാണെങ്കിൽ നമ്മൾ പകുതിയാക്കി മടക്കിയിടുക. കാര്യം ഈ ഒരു ഇപ്പൊ ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ട് ഏകദേശം ഒരു പകുതി വരെയൊക്കെ നമ്മുടെ ആ ചൂട് കറക്റ്റ് ആയിട്ട് എത്തുള്ളൂ. അപ്പൊ താഴത്തേക്കുള്ള പാൻറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഹാഫ് ആക്കി ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഉണങ്ങി കിട്ടൂല. അപ്പൊ ഞാൻ എന്തായാലും ഇത് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കിടക്കുന്നതാണ്. നമ്മുടെ ഇപ്പൊ ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരു പാൻറ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. നനഞ്ഞിരിക്കുന്ന ടൈപ്പാണ്. അപ്പൊ ടീഷർട്ടും അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സിമ്പിൾ ആയിട്ട് ഈ സിബ് ഇടുക. ഒറ്റ കയ്യിൽ ഇടാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ ഇപ്പോ ഇത് കംപ്ലീറ്റ് ആയിട്ട് അടച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഹോളൊക്കെ ഉണ്ട്, ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഒക്കെ ഹോളുണ്ട്. അപ്പൊ ആ ചൂട് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു 4 ഹോളുണ്ട് ഇവിടെ. നമുക്ക് ഈ ഓൺ ചെയ്ത് നമുക്ക് പവർ ഓൺ ആണെങ്കിൽ ഇവിടെ കണക്ക് 70 സെക്കൻഡ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തിരിച്ചിരിക്കാൻ വേണ്ടി വരും. അപ്പൊ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ടച്ച് പോട്ട ബട്ടണാണ്. 6 മണിക്കൂർ വരെ തൊട്ടതിന് അറിയാൻ വേണ്ടി പറ്റും. ഇവിടെയൊക്കെ തൊട്ടതിന് നമുക്ക് ചെറിയൊരു ചൂട് എയർ ഇങ്ങനെ അടിക്കാൻ അറിയാൻ പറ്റും. ഇവിടെ ഇപ്പൊ നല്ല ഇതുണ്ട്, തന്നെ ചൂടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പവർ വാട്ട് എന്ന് പറഞ്ഞാൽ 600 വാട്ടാണ് ഞാൻ അത് പറയുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇതേ അരമണിക്കൂറാണ് കിടക്കുന്നത്. ഞാൻ ഈ അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ കാണിച്ചില്ല. ഓക്കെ, അരമണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഈ ടൈമർ അങ്ങോട്ട് പോകും. ലൈറ്റ് ജസ്റ്റ് 2 ലൈറ്റ് ഇങ്ങനെ കിടന്നു ഓട്ടോ ആകും. ഞാൻ എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചു കണ്ടോ. ഓഫ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ലൈറ്റേ വരുള്ളൂ. നമുക്ക് ഇവിടെ തുറന്നു നോക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ എന്തായാലും തുറന്ന് കാണിച്ചു തരാം. ചൂട് കാറ്റാൻ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് ഇപ്പൊ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. നല്ല ചൂടാണ്. നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റില്ല. കാര്യം അരമണിക്കൂറായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇവിടേക്ക് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റലിന്റെ ഇതായതുകൊണ്ട് അവിടെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പൊ ഞാനിത് എന്തായാലും ഇവിടെ വെക്കാം. ഇതിപ്പോ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. എനിക്കറിയേണ്ട പാൻറ്റിന്റെ കേസാണ്. അപ്പോ പാൻറ്റും അത്യാവശ്യം നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. എന്നാലും നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല. അകത്തൊരു ചെറിയൊരു ഇതുപോലെ തോന്നി, വെള്ളത്തിന്റെ ഇതുപോലെ തോന്നി, പക്ഷെ ഭയങ്കര ചൂടാണ് ഇതിനകത്ത്. അപ്പൊ ഇവിടെയൊക്കെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് നല്ലപോലെ. പക്ഷേ കാലിന്റെ ഭാഗത്തേക്ക് വരുമ്പോ കുഴപ്പമില്ല. ഓക്കെ, ചൂട് അടിക്കാൻ ചാൻസ് കുറവാണ്. ഒരുപാട് താഴ്ന്നു കിടന്നു കഴിഞ്ഞാൽ ചൂട് അടിക്കില്ല. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഇവിടെ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. ഇവിടെ
അത്ര അങ്ങാട്ട് എന്താ പറഞ്ഞ ചൂട് എത്തിയിട്ടില്ല ഇവിടം വരെ. അപ്പൊ ചെറിയൊരു ഇതുപോലെ തോന്നും, നനവിന്റെ ഇതുപോലെ തോന്നും. ഇവിടെ അതെ, ഇത്രയും ഇവിടം വരെ എത്തിയിട്ടുള്ളൂ ചൂട്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ ഫുള്ള് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങാൻ ഭയങ്കര പാടാണ്. ഓക്കെ, അപ്പൊ ഇതിലും നല്ല ചൂടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് കൈ പോകും, അവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഈ പാർട്ടൊക്കെ ഇവിടേക്കാണ് നമ്മുടെ മറ്റേ ഇത് വരുന്ന ഭാഗമൊക്കെ ഇപ്പോ ഉണങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ലാണ്ട് ഉണങ്ങിയിട്ടുണ്ട്. ഓക്കെ, ചെറിയ ചെറിയ ഡ്രസ്സുകൾ ഇപ്പൊ പെയിന്റ് ചെയ്യാനും കാര്യങ്ങൾ, അല്ലെങ്കിൽ 3/4 അല്ലെങ്കിൽ നിക്കറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചുങ്ങളുടെയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇട്ട് ഉണക്കാൻ വേണ്ടി പറ്റിയൊരു സംഭവമാണ്. അരമണിക്കൂറൊക്കെ കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. മഴക്കാലത്ത് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഞാൻ എന്തായാലും അതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഇട്ടേക്കാം ഇൻസ്റ്റാഗ്രാം പേജിന്റെ. അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ച് നോക്കാം. എനിക്ക് അറിയാൻ പാടില്ല ഉണ്ടോ എന്നുള്ളത് സ്റ്റോക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ നോക്കാം. ഇതാണ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ആമസോണിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായില്ല. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം റേറ്റ് കുറവാണ്. ഇതിപ്പോ ഒറിജിനൽ വേറെ ഇനി കമ്പനി വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. ഇത് സംഭവം സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന, പർച്ചേസ് ചെയ്യാൻ വെർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെറുത്താണ്. നമുക്ക് പെട്ടിരിക്കുന്ന അവസ്ഥകളിൽ പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മുടെ സ്കൂൾ സീസൺ ഒക്കെ തുടങ്ങുമ്പോൾ നമുക്ക് പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഉണക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് ഡ്രസ്സുകൾ ഇടുക, ഒരുപാട് ഡ്രസ്സുകൾ ഇടാതിരിക്കാൻ വേണ്ടി നോക്കുക. ഒരു 4-5 ഡ്രസ്സ്, അതിൽ കൂടുതൽ ഇട്ടരുത്. ഇതാക്കി ഒരുപാട് ഡിക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങാൻ ഭയങ്കര പാടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ നേരം ടൈമർ ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ അരമണിക്കൂർ ഇടുന്ന നേരം അല്ല 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ഇടുക. 2 മണിക്കൂർ ഇടണ്ടാവും, 1 മണിക്കൂർ ഇട്ടാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇത്രയുള്ള സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.